അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മഹാനായ ജുനൈദുൽ ബഗ്ദാദി റളിയല്ലാഹു അൻഹു സൂഫിയാക്കളിൽപ്പെട്ട വലിയൊരു മഹാനാണ്. ബഗ്ദാദിലൊരു പള്ളിയിൽ ഒരു മയ്യത്ത് നിസ്കാരത്തിന് വേണ്ടി കാത്തു നിൽക്കുന്ന സമയം ആ പള്ളിയിൽ ധാരാളം ആളുകളുണ്ട്. ആ കൂട്ടത്തിൽ ഒരു മനുഷ്യനെ അദ്ദേഹം കാണുകയാണ്. നല്ല മുഖപ്രസന്നതയുള്ള ഈമാനിക വെളിച്ചം തുടിച്ചു നിൽക്കുന്ന ഒരു മനുഷ്യൻ. ആ മനുഷ്യന്റെ പ്രവർത്തനങ്ങൾ കണ്ടപ്പോൾ മഹാനായ ജുനൈദ് റളിയല്ലാഹു അൻഹുവിന് ഒരു വെറുപ്പ് തോന്നി. കാരണം അദ്ദേഹം ആളുകളോട് യാചിച്ചു കൊണ്ടിരിക്കുകയാണ്. അപ്പം മനസ്സിലൊരു തോന്നൽ, ഇദ്ദേഹത്തിന് ഇതിനേക്കാളും നല്ലത് ഒരു അധ്വാനിച്ച് ജീവിച്ചുകൂടെ എന്നുള്ള ചിന്ത വന്നു. അങ്ങനെ അദ്ദേഹം വീട്ടിലേക്കൊക്കെ വന്നു. രാത്രി സമയമായി അദ്ദേഹത്തിന്റെ ദിക്റുകളും ഔറാദുകളും മറ്റു കാര്യങ്ങൾക്കുമായി മുന്നോട്ട് പോകാൻ ഒരുങ്ങുമ്പോൾ അദ്ദേഹത്തിന്റെ ആരാധനാ കർമ്മങ്ങൾക്കൊക്കെ വലിയ ഭാരം തോന്നുകയാണ്. ഒരു പ്രയാസം അനുഭവപ്പെടുകയാണ്. സാധാരണ ചെയ്യുന്നത് പോലൊരു മനസ്സിന് സുഖമോ ഒരു സന്തോഷമോ കിട്ടുന്നില്ല. ഏതായാലും അദ്ദേഹം അങ്ങനെ ഉറങ്ങിപ്പോയി. ആ ഉറക്കത്തിൽ അദ്ദേഹം ഒരു സ്വപ്നം കാണുന്നുണ്ട്. എന്താണ് സ്വപ്നം? നേരത്തെ പള്ളിയിൽ വെച്ച് കണ്ട ആ ഒരു ഫക്കീറായ മനുഷ്യനെ ഒരാൾ ഒരു വലിയ തളികയിൽ ചുമന്നുകൊണ്ട് വരുന്നുണ്ട്. എന്നിട്ട് മഹാനായ ജുനൈദുൽ ബഗ്ദാദി തങ്ങളുടെ മുമ്പിൽ വെച്ചിട്ട് പറഞ്ഞു, ഇതാ നിങ്ങളുടെ മാംസത്തോടുള്ള കൊതി തീരട്ടെ, ആർത്തി തീരട്ടെ, ഇദ്ദേഹത്തെ നിങ്ങൾ ഭക്ഷിച്ചോളൂ എന്ന് പറഞ്ഞു. ആ സമയത്ത് ഞാനിങ്ങനെ നിൽക്കുന്ന സമയത്ത് ആ കൊണ്ടുവന്ന ആൾ എന്നോട് പറഞ്ഞു, നിങ്ങൾ ഇയാളെപ്പറ്റി നിങ്ങളുടെ മനസ്സിൽ ദുഷിച്ച ചിന്തകൾ കടന്നു വന്നിട്ടുണ്ട്. ആ ചിന്തയേക്കാൾ നിങ്ങൾക്ക് നല്ലത് ഇദ്ദേഹത്തിൻ്റെ ഈ മാംസം കഴിക്കലാണ്. അങ്ങനെ നിങ്ങൾക്ക് വയറു നിറയട്ടെ എന്ന് എന്നോട് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, ഞാൻ അദ്ദേഹത്തെക്കുറിച്ചൊന്നും പറഞ്ഞിട്ടില്ലല്ലോ, പക്ഷെ മനസ്സിൽ ചില ചിന്തകൾ വന്നിട്ടുണ്ട് എന്നുള്ളത് ശരിയാണ്. ആ സമയത്ത് കൊണ്ടുവന്ന ആള് പറയാണ്, നിങ്ങൾക്കതിനേക്കാളും നല്ലത്, കാരണം നിങ്ങളെപ്പോലത്തെ മഹാന്മാരായ സൂഫിയാക്കളിൽ ഇതുപോലത്തെ ചിന്തകൾ കടന്നു വരാൻ പാടില്ല. നിങ്ങൾ അദ്ദേഹത്തോട് മാപ്പ് പറയണം. മാപ്പ് പറഞ്ഞില്ല എങ്കിൽ നിങ്ങളുടെ സൂഫി ജീവിതത്തിന് ദോഷം ചെയ്യുമെന്ന് ഈ വന്ന മനുഷ്യൻ ജുനൈദുൽ ബഗ്ദാദി തങ്ങളോട് പറയുകയാണ്. ഏതായാലും മഹാനവറുകള് ഉറക്കിൽ നിന്ന് ഉണരുകയും തൗബ ചെയ്യുകയും അങ്ങനെ അദ്ദേഹം രാവിലെ തന്നെ ഈ മനുഷ്യനെ, ഫക്കീറായ മനുഷ്യൻ അന്വേഷിച്ചു കൊണ്ടുപോവുകയാണ്. അന്വേഷിച്ച് നടന്ന് അവസാനം ഒരു കുളിക്കടവിൽ വെച്ച് അദ്ദേഹത്തെ കണ്ടുമുട്ടി. അദ്ദേഹത്തോട് സലാം മടക്കി അദ്ദേഹം തിരിഞ്ഞു നിന്ന് പറഞ്ഞു, ഇനി ഇതുപോലത്തെ ചിന്ത നിങ്ങളുടെ മനസ്സിലുണ്ടാവാൻ പാടില്ല. ആരെക്കുറിച്ചും ഇങ്ങനെ ദുഷിച്ച ചിന്തകൾ നിങ്ങൾ ഉണ്ടാവാൻ പാടില്ല എന്ന് പറഞ്ഞു. മഹാനുകൾ പറഞ്ഞു, ഞാൻ പൊരുത്തപ്പെടിക്കാൻ വേണ്ടി വന്നതാണ്. അപ്പം അദ്ദേഹം പറഞ്ഞു, അല്ലാഹു തആല എല്ലാവർക്കും പുറത്തു തരട്ടെ, ആരെക്കുറിച്ചും മോശമായ ചിന്തകൾ നമ്മുടെ കൽബിൽ വരാൻ പാടില്ല എന്ന് പറഞ്ഞ് കൊടുക്കുകയാണ്. ഇതാണ് മഹാന്മാരുടെ ജീവിതം. അള്ളാഹു നമ്മൾക്ക് അവിടെയൊക്കെ മദദ് അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.